ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. ഭിന്നശേഷി കുട്ടികൾക്കായി സൗജന്യ ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പ് ഏപ്രിൽ 10 നടക്കും. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സൗജന്യ ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പ് ആലുവയിൽ നടക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതി കേരളയും ഹോമിയോപ്പതി റിസർച്ച് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ മുംബൈയും ചേർന്നാണ് ലോക ഹോമിയോപ്പതി ദിനാഘോഷത്തിന്റെ ഭാഗമായി ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഹോമിയോപ്പതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ അല്ലെങ്കിൽ അത് ഇന്നും മുടങ്ങാതെ എല്ലാ 2 മാസം കൂടുമ്പോഴും ആ ക്യാമ്പ് നടക്കുന്നുണ്ട്. ഓരോ ക്യാമ്പിലും ആയിരക്കണക്കിന് പേഷ്യൻസ് ആണ് വരുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ ഇടയ്ക്ക് പോയി അത് അറ്റൻഡ് ചെയ്യാറുണ്ട്. ഓരോ ക്യാമ്പിലും അത് വരുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ ഉൾപ്പെടെ കുട്ടികളെയും കൊണ്ട് പേരൻസ് വരുന്നുണ്ട്. അതുപോലെ ഓരോ ക്യാമ്പിലും 100 കണക്കിന് ഡോക്ടർമാർ വളരെ ഫ്രീ ആയിട്ട് യാതൊരു പ്രതിഫലവും വാങ്ങിക്കാതെ സർവീസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ രണ്ട് ലക്ഷ്യങ്ങളെ ഈ ക്യാമ്പിനുള്ളൂ. ഏറ്റവും പ്രധാനം ഇങ്ങനെയുള്ള കുട്ടികളെ, അതായത് ഈ ഭിന്നശേഷി കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് ഒരു ചികിത്സ അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുന്ന അല്ലെങ്കിൽ റിവേഴ്സായിട്ട് വരുന്ന ഒരു രീതിയിലുള്ള ഒരു ചികിത്സ ഇന്ന് നിലവിലില്ല എന്നുള്ളതാണ് ഒരു ഒരു സങ്കടകരമായ കാര്യം. ഹോമിയോപ്പതി ദിനമായ ഏപ്രിൽ 10 ആലുവ അദ്വൈതാശ്രമത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പ്രൊഡക്റ്റീവ് ഹോമിയോപ്പതി എന്ന ചികിത്സാ രീതിയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ പാനലാണ് രോഗികളെ പരിശോധിക്കുന്നത്. ഡോക്ടർ വി വിജയാനന്ദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെയാണ് സംഘടിപ്പിക്കുന്നത്. സെറിബ്രൽ പൾസി, ഓട്ടിസം എന്നീ വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് ഹോമിയോ ചികിത്സയിലൂടെ നല്ല മാറ്റമുണ്ടാവുന്നുണ്ടെന്ന് ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ കെ വി ഷോയ്സൻ പറഞ്ഞു. അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മ ചൈതന്യ, പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്ര വർമ്മ, അൻവർ സാദത്ത് MLA, നഗരസഭാ ചെയർമാൻ MO ജോൺ എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഉണ്ണി വെളിയത്ത്, ഡോക്ടർ ഭരത് വെളിയത്ത്, ഡോക്ടർ ഹരീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലുവ.